ബിഗ് ബോസ് സീസൺ 7 മറ്റൊരു സംഭവബഹുലമായ എപ്പിസോഡാണ് കടന്നുപോയത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കോൾഡ് വാർ എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ട്. അതായത് ഡാർക്ക് റൂമിലേക്ക് അയക്കപ്പെടാതിരിക്കാൻ ടീം അംഗങ്ങൾ 2 പേര് ചേർന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ടാസ്ക് ആണ്. ഇതിനകത്ത് ഫ്രിഡ്ജിനകത്ത് പരമാവധി സാധനങ്ങൾ നിറയ്ക്കാൻ ഉള്ള ടാസ്ക് ആയിരുന്നു. ഇതിനകത്ത് അക്ബർ ഖാനും ഷാനവാസും ഒനിലിന് വേണ്ടി മത്സരിച്ചിട്ട് അതിഗംഭീരമായി മത്സരിച്ചു. അതായത് ഫ്രിഡ്ജിനകത്ത് കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ആണ് അവർ കയറ്റിയത്. ബാക്കിയുള്ളവർ പാവയും പെട്ടിയും അതുപോലുള്ള സാധനങ്ങൾ കയറ്റാൻ നോക്കിയിട്ട് ഈ ഒരു ടാസ്കിൽ പരാജയപ്പെടുകയുണ്ടായി. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അനീഷ് ഇന്നലെ അനുമോളയാണെങ്കിലും അപ്പാനിയാണെങ്കിലും വളരെ നന്നായിട്ട് എഫേർട്ട് ഇട്ടു എന്ന് ആദ്യ ടാസ്കിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ പറഞ്ഞു അവരുടെ ആത്മാർത്ഥത കുറവായിരുന്നു, മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കാൻ കളിച്ച പോലെ എന്ന് തോന്നി. പക്ഷേ അപ്പാനിയും അനുമോളും ഇന്നലെ തന്നെ കളി കഴിഞ്ഞിട്ടും പറയുന്നുണ്ടായിരുന്നു, അതായത് പരമാവധി നമ്മൾ ട്രൈ ചെയ്തു, അനീഷാണെന്ന് നമ്മൾ നോക്കണ്ട, നമ്മൾ ജയിലിൽ ആദ്യമായിട്ട് കയറിയവരാണ്, അത് നമുക്ക് തെളിയിക്കാനുള്ള ഒരു ടാസ്ക്കാണ്. പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് ആ ടൈമിനകത്തുള്ള ഒരു ലക്കാണെന്നും ആ ലക്ക് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യത്തേൽ പരാജയപ്പെട്ടതെന്നും രണ്ടാമത്തെ ടാസ്കിൽ അവർ 3ാമതോ 4ാമത്തെ പൊസിഷനിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഇവരുടെ പ്രകടനത്തിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് അടുത്ത ടാസ്കിനായിട്ടുള്ള ടീം മൊത്തമായിട്ട് മാറ്റുകയാണ്. അതിനുശേഷം കിച്ചനകത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. കിച്ചനകത്ത് പഴയ ചോറ്, അതായത് ഉച്ചയ്ക്ക് വെച്ച ചോറ് കളയണമെന്ന് പറഞ്ഞപ്പോൾ അക്ബർ ഖാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. അതായത് തൊട്ട് മുൻപ് വെച്ച രാവിലെ വെച്ച ചോറ് പഴയത് കളയണ്ട എന്ന് പറഞ്ഞ് മുൻപ് പറഞ്ഞ ആൾ ഇപ്പോൾ തൊട്ട് നേരത്തെ വെച്ച ചോറ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഇത് ഇരട്ടത്താപ്പാണ്, ഇയാൾ നമ്മുടെ ഇപ്പോൾ പിണങ്ങി പോകുന്നത് പണിയെടുക്കാനുള്ള മടി കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അനീഷ് അവിടെ നിന്ന് എല്ലാവരെയും ആട്ടിയിറക്കിയാണ്. അതായത് ഇവരെ ഇതിനകത്ത് ഒരാളും കയറണ്ട എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു പോങ്ങനോട് ചോദിക്കാമായിരുന്നു എന്ന് ഷാനവാസ് ജിസേലിനോട് പറയുകയും പക്ഷെ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് ജിസേൽ സോറി പറയാൻ പറഞ്ഞു. പക്ഷേ സോറി പറഞ്ഞ ഷാനവാസിന് വീണ്ടും അനീഷ് ആ സോറി ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരാളോടാണ് ഇനി ജന്മത്തിൽ എന്നോട് സോറി പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരാളുടെ അടുത്ത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ വീണ്ടും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു വേദി എത്തുകയാണ്. അവിടെ വെച്ചിട്ട് കലാഭവൻ സരികയുടെ വളരെ വിഷമിപ്പിക്കുന്ന സ്റ്റോറി, അവരുടെ ആദ്യത്തെ ഒരു ഇത് പ്രഗ്നൻസി പോയതും രണ്ടാമത്തെ പ്രഗ്നൻസി 10 മാസം വരെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ച നിലയിലാണ് അവർക്ക് കിട്ടിയത്. അതിനുശേഷം ആ വീട്ടിലുണ്ടായ ഒരു ദുരനുഭവവും അവർക്ക് അവിടെ ഉണ്ടായ ഭയങ്കരമായ ട്രോമയെക്കുറിച്ച് അവർ സംസാരിപ്പിച്ചു. വീട്ടംഗങ്ങളെയും കണ്ടവരെയും ഒരുപോലെ ഇമോഷണൽ ആക്കിയ രംഗങ്ങളായിരുന്നു. ആ ഒരു അവസ്ഥ കടന്നിട്ട് വളരെ ശക്തമായി മുന്നേറുകയാണ് സരിക. ഈ കേരളത്തിൽ ഈ ഷോ കാണുന്ന എല്ലാവരുടെയും സ്നേഹം അവരുടെ കൂടെ ഉണ്ടെന്ന് അവർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഇതിലൂടെ അറിയട്ടെ. അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ അഭിലാഷ് ചെറുപ്പത്തിലെ അദ്ദേഹം ഡിഫറൻ്റ് ഏബിളുടെ കാലിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് നേരിടേണ്ടി വന്ന മാറ്റി നിർത്തപ്പെട്ട വേദനയെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ സ്പോർട്സും ആർട്സുമായി മുന്നേറുകയാണ്. അതുപോലെ തന്നെ നെവിൻ പറയുന്നു തൻ്റെ ഫെമിനിസം അല്ല ഫെമിനൈൻ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ നീണ്ടിയ മുടി നടത്തത്തിന്റെ ശരി, ഇതുകൊണ്ട് ആ ഒരു ഫെമിനൈൻ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചെറുപ്പം മുതലേ കളിയാക്കിയിട്ടുണ്ട്. 5 വയസ്സ് മുതൽ തന്നെ പാരൻസുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവം, അവരുടെ കൂടെ താമസിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് നടന്നില്ല. കുട്ടിക്കാലത്തെക്കുറിച്ച് അധികം ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു ഫെമിനൈൻ നേച്ചർ എന്നെ ഈ ഒരു ഫീൽഡിൽ എത്തിച്ചു, ഈ ബിഗ് ബോസ് ഹൗസിൽ എത്തിച്ചു. ആ ഒരു സ്വഭാവം തന്നെയാണ് എൻ്റെ ഡയമണ്ട് പോലെ എൻ്റെ ഏറ്റവും നല്ല എൻ്റെ സ്വത്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വളരെ വലിയൊരു മെസ്സേജാണ് നെവിൻ അവിടെ നൽകിയത്. കൂടുതൽ എനിക്ക് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കാനില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഇന്ന് 3 പേരുടെ ലൈഫ് സ്റ്റോറീസ് വളരെ ഇൻസ്പയറിംഗും അവർ കടന്നു വന്ന വിഷമഘട്ടങ്ങൾ എങ്ങനെ അവർ മറികടന്നു എന്നും മറികടന്നുകൊണ്ടിരിക്കുന്നു എന്നും ട്രോമയിലുള്ള എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് അവരുടെ ഇത് മാറി. പിന്നെ വീടിനകത്ത് ജിസേലിന്റെ മേക്കപ്പ് ആയിട്ടുള്ള കള്ളത്തരം തുടരുകയാണ്. തുടർച്ച 3 വാണിംഗ് കിട്ടിയിട്ടും ഇന്ന് അനുമോൾ വളരെ ശക്തമായിട്ട് ജിസേലിനെതിരെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെ ഒന്ന് പറഞ്ഞപ്പോൾ ഉയരത്തെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിത്തെറിച്ചതിൽ പിണങ്ങിപ്പോയ അനുമോൾ പക്ഷേ അതിലൊന്നും പതറാതെ ഇന്ന് അതിശക്തമായിട്ട് ജിസേലിനെതിരെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊരു തമാശയായിട്ടുള്ള ഒരു ലൈറ്റായിട്ട് കണ്ട വിഷയമല്ല. തുടർച്ചയായിട്ട് ജിസേൽ എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ വസ്തുതയാണ്. അതായത് ഫൗണ്ടേഷൻ ഇതിനകത്ത് തുടച്ചത് ടിഷ്യൂവിൽ തുടച്ചത് അനുമോൾ കണ്ടുപിടിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പിന്നീട് ജിസേൽ ഒറ്റയ്ക്ക് വന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് എന്നെ മാത്രം അറ്റാക്ക് ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ ഇതിനകത്ത് തൻ്റെ മോഷണ പരിപാടികൾ കലാപരിപാടികൾ തുടരുന്നുണ്ട്. അത് ചോദ്യം ചെയ്യാൻ അനീഷിനെ ഷാനവാസ് പറയുന്നത്, ക്യാപ്റ്റനായ ഷാനവാസ് പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ അതിന് ഉത്തരവാദിയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അനീഷ് അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ പോയത്. ഇനി സീക്രട്ട് റൂമിലേക്ക് അനീഷ് വളരെയധികം ഏറ്റവും കുറവ് പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ നാളത്തോടെ മിക്കവാറും നമുക്കറിയാൻ പറ്റും ഈ ഒരു ഡാർക്ക് റൂമിൽ ആരാണ് അകപ്പെടുക എന്നുള്ളത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക. താങ്ക് യു.